സൗദി സമയം ഉച്ചയ്ക്ക് 12:40 മൂന്നാമത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജിദ്ദയിലെത്തുന്നത്. ജിദ്ദയാണ് ഇപ്പോൾ സൗദി അറേബ്യയുടെ തലസ്ഥാനമായി ഈ ചൂടുകാലത്ത് പ്രവർത്തിക്കുന്നത്. സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദി വീണ്ടും എത്തുന്നത്. 2016 എത്തിയിരുന്നു. അന്ന് സൗദി അറേബ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏറ്റുവാങ്ങി. അതിനുശേഷം 2019 പ്രധാനമന്ത്രി എത്തിയിരുന്നു. ഇപ്പോഴത്തെ ഈ സന്ദർശനത്തിൽ ഏറ്റവും പ്രധാനം ഇന്ത്യ, സൗദി അറേബ്യ, യൂറോപ്പ് തമ്മിലുള്ള വ്യാപാര ഇടനാഴി വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്ന കരാറെല്ലാം തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷ. പ്രത്യേകിച്ച് ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം എത്തി നിൽക്കുന്നത് ഏതാണ്ട് 43 ബില്യൺ അമേരിക്കൻ ഡോളറിലാണ്. ഇത് കൂടുതലാക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടാകും. ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള ഇന്ധനം ഏതാണ്ട് 14% സൗദി അറേബ്യയിൽ നിന്നുമാണ് വരുന്നത്. പാചകവാതകമാണെങ്കിൽ അത് 18.2% സൗദി അറേബ്യയാണ് സംഭാവന ചെയ്യുന്നത്. ഈ മേഖല ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെയാണ് ഹജ്ജ് സീസൺ തുടങ്ങുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകും. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള ചർച്ച നടക്കുന്നുണ്ട്. അതിൽ ഇന്ത്യക്ക് വലിയ പങ്കുവഹിക്കാനുണ്ടെന്ന് സൗദി അറേബ്യ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെയാണ് ഉണ്ടാകുക. റിറ്റ്സ് കാർട്ടനിലാണ് പ്രധാനമന്ത്രി എത്തുന്നത് ഉച്ചയ്ക്ക് 1:15. അതിനുശേഷം അവിടെ തന്നെ വൈകുന്നേരം 3 ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും. അതോടൊപ്പമാണ് വൈകുന്നേരം മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായിട്ടുള്ള ചർച്ച വൈകുന്നേരമാണ് നടക്കുന്നത്. ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ ഇന്ന്. നാളെ ഉച്ചയോടുകൂടി അദ്ദേഹത്തിന്റെ സന്ദർശനം പൂർത്തിയാകുകയും അദ്ദേഹം തിരിച്ചു പോകുകയും ചെയ്യും.